പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെക്കുറിച്ചാണ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ അടുത്തൊരു ഫോമാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അപ്പോൾ ഈ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ പഠിക്കാം. അപ്പോൾ അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ. എ കമ്പനി മേ ബി ഡിഫൈൻഡ് ആസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹാവിംഗ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വിത്ത് പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു വോളണ്ടറി അസോസിയേഷനാണ്, പേഴ്സൺസ് ഹാവിംഗ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതായത് പ്രത്യേക നിയമനിർമ്മാണത്തോടു കൂടി രൂപീകരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത്. അതിന് ഒരു പെർപെക്ച്വൽ സക്സഷൻ ഉണ്ടാവും. പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ സ്ഥായിയായ സ്വഭാവമാണ്, അതായത് സ്ഥിരമായി നിലനിൽക്കുന്നതായിരിക്കും. ആൻഡ് എ കോമൺ സീൽ, അതിനൊരു പൊതുമുദ്രയും ഉണ്ടായിരിക്കും. പൊതുമുദ്ര എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഒരു മുദ്ര അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു എന്തെങ്കിലും സൈനോ സിമ്പലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, നിയമത്താൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്നു പറയുന്നത് കമ്പനി എന്ന് പറയുന്നത്. കാരണം ഇവിടെ കുറേ ആളുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു കമ്പനി രൂപീകരിക്കുന്നത് എങ്കിലും കമ്പനി രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയെ ഒരു പേഴ്സൺ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൽ അംഗങ്ങൾ വേറെയും കമ്പനി വേറെയും ആ ഒരു രീതിയിലാണ് നമ്മൾ കമ്പനിയെ പരിഗണിക്കുന്നത്. ദ കമ്പനീസ് ഇൻ ഇന്ത്യ ആർ ഗവേൺഡ് ബൈ ദ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. അതായത് ഇന്ത്യയിൽ 2013 കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണ് കമ്പനികൾ രൂപീകരിക്കുന്നത്. ഇതിൻ്റെ മുൻപേ ഒരു കാര്യം പറയട്ടെ. കമ്പനീസ് ആക്ട് ആദ്യം വന്നിരുന്നത് 1956 1956 കമ്പനീസ് ആക്ട് ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് അത് അമെൻമെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പുതിയ കമ്പനീസ് ആക്റ്റാണ് 2013 അപ്പോൾ ഇപ്പോൾ നമ്മൾ 2013 കമ്പനീസ് ആക്റ്റാണ് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിൽ 2013 കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കമ്പനി രൂപീകരിക്കുന്നത്. The capital of the company is divided into smaller parts called shares, which can be transferred freely except in a private company. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊരു കമ്പനിക്കും ക്യാപിറ്റൽ ഉണ്ടാവും. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പണത്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേരും കൂടി കൊണ്ടുവരുന്ന പണത്തിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നു. ഈ ക്യാപിറ്റലിനെ നമ്മൾ ചെറിയ ചെറിയ പാർട്ടുകളാക്കി മാറ്റുന്നു, ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുന്നു. ആ ഭാഗത്തിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയിലുള്ള ഓണേഴ്സിന് ഷെയറുകളായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, കമ്പനിയുടെ ഷെയറുകൾ നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് പബ്ലിക് കമ്പനിയുടെ ഷെയർ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു പ്രൈവറ്റ് കമ്പനിക്ക്, സ്വകാര്യ കമ്പനിക്ക് അവരുടെ ഷെയറുകൾ പൊതുജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് പബ്ലിക് കമ്പനിയായി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ കമ്പനിയുടെ ഷെയറുകൾ പൊതുജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലാതെ ഒരു സ്വകാര്യ കമ്പനിക്ക് ആ കമ്പനിയുടെ ഷെയറുകൾ പൊതുജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റില്ല. ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയിലെ ഓണർമാരെന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വ്യക്തികളിലെ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൊണ്ടുവരുന്ന പണത്തിനനുസരിച്ച് അവരുടെ കയ്യിൽ ഒരു ഇത്ര വിഹിതം ഷെയറുകളായിരിക്കും ഉണ്ടാവുക. ദ കമ്പനി ഈസ് മാനേജ്ഡ് ബൈ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എലക്റ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കമ്പനി മാനേജ് ചെയ്യുന്നത് എല്ലാ ഷെയർ ഹോൾഡേഴ്സും കൂടിയല്ല. ഇപ്പോൾ 100 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ആ 100 ഷെയർ ഹോൾഡേഴ്സും കൂടിയിട്ടല്ല കമ്പനി മാനേജ് ചെയ്യുന്നത്. അതിന് ഷെയർ ഹോൾഡർമാർ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്
തിരഞ്ഞെടുക്കും. അതായത് ഷെയർ ഹോൾഡർമാരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അത് അവരിൽ നിന്നുള്ള ആളുകൾ തന്നെയാവാം, അല്ലെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മറ്റാരെങ്കിലും ഒക്കെ ആവാം. ഇത് ഇലക്ട് ചെയ്യപ്പെടുന്നത് ഷെയർ ഹോൾഡർമാരാണ്. എന്നിട്ട് ഈ ഷെയർ ഹോൾഡർമാർ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുക കമ്പനിയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ രൂപീകരിക്കുന്ന വലിയ, നിങ്ങൾ മനസ്സിലാക്കുക, കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് പറഞ്ഞതുപോലെയോ പാർട്ട്ണർഷിപ്പ് പറഞ്ഞതുപോലെയോ ചെറിയതല്ല, വലിയ ഒരു രൂപമായിരിക്കും കമ്പനി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് കമ്പനികളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ റിലയൻസ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയാണ്, ടാറ്റ അത് കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി കമ്പനികൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ കമ്പനികളുടെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഒരുപക്ഷെ ഇൻ്റർനാഷണൽ കമ്പനികൾ വരെ ഉണ്ടാവും. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്ത് ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ വരെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ബിഗ് സൈസ് ആയിരിക്കും കമ്പനികൾക്ക് ഉണ്ടാവുക എന്നുകൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ കമ്പനിയുടെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇവിടെ LH ഹാനിയുടെ ഒരു ഡെഫിനിഷനാണ്. എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിങ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് എ പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത് അല്ലേ. അദ്ദേഹം പറഞ്ഞ എന്താണ്? കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നിയമത്താൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി. ഈ കമ്പനിക്ക് ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഇതിനെന്തുണ്ടായിരിക്കും? പ്രത്യേകപരമായ നിയമ നിർമ്മാണം ഉണ്ടായിരിക്കും. ദെൻ എ പെർപെക്ച്വൽ സക്സഷൻ, അത് മാത്രമല്ല പെർപെക്ച്വൽ സക്സഷൻ ഉണ്ടാവും എന്ന് വെച്ചാൽ സ്ഥായിയായ സ്വഭാവം ഉണ്ടാവും. അതുപോലെ അതിനൊരു കോമൺ സീലും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയുള്ള നിയമത്താൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി എന്നാണ് അദ്ദേഹം കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സംയോജിത സംഘം എന്നാണ്. കാരണം ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത് നിയമാനുസൃതം സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയാണ്. ഇത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും വേണം. അപ്പം അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ 1956 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2013 2013 കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ് എന്നുകൂടി ഓർത്തു വെക്കുക. ദെൻ രണ്ടാമത്തത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. വേറിട്ട നിയമപരമായ ഒരു അസ്തിത്വം ഇതിനുണ്ടായിരിക്കും. വേറിട്ട നിയമപരമായ അസ്തിത്വം എന്ന് പറയുന്നത് നിയമാനുസൃതം സംഘടിപ്പിക്കുന്നതോടെ കമ്പനിക്ക് നിയമപരമായ ഒരു അസ്തിത്വം തന്നെയാണ് കൈവരുന്നത്. കാരണം ഈ കമ്പനിക്ക് സ്വന്തം പേരിൽ സ്വത്തുക്കൾ വാങ്ങാം, വായ്പ വാങ്ങാം, സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാം, അതുപോലെ കമ്പനിക്ക് കേസ് കൊടുക്കാം, കമ്പനിക്കെതിരായും ചിലപ്പോൾ കേസുകൾ വന്നേക്കാം. അപ്പം അങ്ങനെയൊക്കെ ഈ കമ്പനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക്, ഇത്തരത്തിലുള്ള കമ്പനിക്ക് വേറിട്ട നിയമപരമായ ഒരു അസ്തിത്വം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തത് ഫോർമേഷനാണ്, രൂപീകരണമാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ രൂപീകരണം എന്ന് പറയുന്നത് ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി ഈസ് എ ടൈം കൺസ്യൂമിങ്, എക്സ്പെൻസീവ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ്. ഒരു കമ്പനി രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. ഒന്ന് ടൈം കൺസ്യൂമിങ് ആണ്. കാരണം ഒരു കമ്പനി രൂപീകരിക്കുന്നതിന് കുറേ സ്റ്റേജസുകളുണ്ട്. ആ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടേ നമുക്കൊരു കമ്പനി രൂപീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു വരുന്നതിന് ഇത് എക്സ്പെൻസീവ് ആണ്, ചിലവ് ഏറിയതാണ്. പിന്നെ അത് മാത്രമല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് സാധാരണ നമുക്കൊരു സോൾ പ്രൊപ്പറൈറ്റർ ആരംഭിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുന്നത് പോലെയോ വളരെ വേഗത്തിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേക നിയമനിർമ്മാണം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കമ്പനി രൂപീകരിക്കാൻ എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതാണ് പെർപെക്ച്വൽ സക്സഷൻ. പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഇതിനെ സ്ഥായിയായ സ്വഭാവം എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ നിയമത്തിൻ്റെ സൃഷ്ടിയാണ് കമ്പനി എന്ന് പറയുന്നത്. കാരണം നിയമത്താലാണ് ഒരു കമ്പനി രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി അവസാനിപ്പിക്കണമെങ്കിലും നിയമത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരു ഷെയർ ഹോൾഡർക്ക് കമ്പനി നിർത്താം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താനൊന്നും സാധിക്കില്ല. എ കമ്പനി ഹാസ് എ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, അതിനൊരു സ്ഥായി അല്ലെങ്കിൽ തുടർച്ചയായ സ്വഭാവമുണ്ട്.
ഇറ്റ് എക്സിസ്റ്റൻസ് നോട്ട് എഫക്റ്റഡ് ബൈ ഡെത്ത്, ഇൻസോൾവൻസി, ഇൻസാനിറ്റി ഓഫ് എ ഷെയർ ഹോൾഡേഴ്സ്. ഒരു ഷെയർ ഹോൾഡറുടെ മരണമോ അല്ലെങ്കിൽ ഇൻസോൾവൻസിയോ ഇതൊന്നും കമ്പനി നശിക്കുന്നതിന് കാരണമാവുന്നില്ല. കാരണം കമ്പനി നിയമത്താൽ രൂപീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കമ്പനി അവസാനിപ്പിക്കണമെങ്കിലും എന്തിനേ സാധിക്കുകയുള്ളൂ? നിയമത്തിന് തന്നെ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതിനടുത്തതാണ് കൺട്രോൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ദ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹു ആർ സെലക്റ്റഡ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ കൺട്രോൾ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലായിരിക്കും. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൽ തന്നെയുള്ള ആൾക്കാരായിരിക്കും എന്തിനകത്തും ഉണ്ടായിരിക്കുക? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ടായിരിക്കുക. ഇൻ കേസ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ ചിലപ്പോൾ അവർ പുറത്തുനിന്ന് വിളിച്ചേക്കാം. അപ്പോൾ ഈ എല്ലാവരും കൂടിയല്ല ഈ കമ്പനി കൺട്രോൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഷെയർ ഹോൾഡേഴ്സ് തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഈ കമ്പനി എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. ദെൻ ലയബിലിറ്റിയാണ്. ദ ലയബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്താണെന്നറിയോ? ലിമിറ്റഡ് ആണ്. കാരണം അവർ കൊണ്ടുവരുന്ന ഷെയറിനനുസരിച്ച് അല്ലെങ്കിൽ ഷെയറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചൊക്കെ അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്ന് ഓർക്കുക. ദെൻ അടുത്തത് കോമൺ സീൽ. ഒരു കമ്പനിക്ക് ഒരു മുദ്രയുണ്ടായിരിക്കും. കോമൺ സീൽ എന്ന് പറഞ്ഞാൽ പൊതുമുദ്ര എന്നാണ്. ദ കമ്പനി ബീയിങ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആക്ട് ത്രൂ ഇറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓൾ documents issued by company must be authorized by the company seal. അതായത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങളിലൊക്കെ കമ്പനിയുടെ ഒരു പൊതുമുദ്ര, ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. ആ സീലിലാണ് കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യുക, അറിയപ്പെടുക. ആ മുദ്ര വെച്ചിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ അറിയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു കമ്പനിക്കും ഒരു കോമൺ സീൽ, ഒരു പൊതുമുദ്ര ഉണ്ടായിരിക്കും. ഇതിനടുത്തതാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർസ് ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിക്കല്ലാതെ പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യാം? അവരുടെ ഷെയറുകൾ ഫ്രീ ആയി ട്രാൻസ്ഫർ ചെയ്യാം. പ്രൈവറ്റ് കമ്പനിക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. മറിച്ച് പബ്ലിക് കമ്പനിക്ക് അവരുടെ ഷെയറുകൾ മറ്റാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് കമ്പനിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എന്തെല്ലാം മെറിറ്റുകളാണ് കമ്പനിക്കുള്ളത്? ഒന്നാമത്തത് ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ഇവിടെ എന്താണ്? ലിമിറ്റഡ് ആണ്. അവരുടെ ഷെയർ കൊണ്ടുവരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഷെയറിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അവരുടെ ലയബിലിറ്റി, ബാധ്യത എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. രണ്ടാമത്തത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്. ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയറുകൾ ഫ്രീ ആയി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു മെറിറ്റാണ്. കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഷെയറുകൾ ഉണ്ടെങ്കിൽ, ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ ആണെങ്കിൽ ആ ഷെയർ എനിക്ക് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു ദ ഇൻവെസ്റ്റേഴ്സ്. ഇനി മൂന്നാമത്തതാണ് പെർപെക്ച്വൽ എക്സിസ്റ്റൻസ്. കമ്പനിക്കൊരു സ്ഥായിയായ സ്വഭാവം ഉണ്ട് എന്നുള്ളത് കമ്പനിയുടെ ഒരു മെറിറ്റാണ്. കാരണം ഒരാളുടെ മരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡേഴ്സ് പാപ്പരായി പോവുകയോ ഈ കാരണം കൊണ്ടൊന്നും കമ്പനി അവസാനിക്കുന്നില്ല. കാരണം കമ്പനി നിയമത്താൽ രൂപീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടൊന്നും കമ്പനി അവസാനിക്കുന്നില്ല. അത് നിയമത്തിന് മാത്രമേ അവസാനിപ്പിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു മെറിറ്റാണ്. ദെൻ സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. ഇനി കമ്പനിക്ക് ഉള്ളൊരു മറ്റൊരു മെറിറ്റാണ് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അതായത് കമ്പനികൾ ഇങ്ങനെ വികസിപ്പിക്കുക. നമുക്കിപ്പോൾ ഒരു ചെറിയ മേഖലയിൽ നിന്ന് തുടങ്ങി പിന്നീട് അതിനെ വ്യാപിപ്പിച്ച് വലിയ മേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത കമ്പനിക്കുണ്ട്. കമ്പനി ഹാസ് ലാർജ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, സോ ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് ബിസിനസ് ഓൺ ലാർജ് സ്കെയിൽ. കാരണം നമ്മൾ പറഞ്ഞു ചെറിയൊരു ഫിനാൻഷ്യൽ റിസോഴ്സസ് അല്ല കമ്പനികൾക്ക് ഉണ്ടാവുക,
വൻതോതിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് അവരുടെ അടുത്തുണ്ടാവുക. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി കമ്പനിക്കുണ്ട്. ദെൻ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കമ്പനി മാനേജ് ചെയ്യുന്നത് സാധാരണ ലെവലിലുള്ള ഒരാളായിരിക്കില്ല. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കഴിവുള്ള ആളുകളാണ് കമ്പനിയെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ കാര്യക്ഷമതയും കമ്പനിയുടെ പ്രവർത്തനവും ഒക്കെ വളരെ നല്ല രീതിയിലാണ് നടത്തുക. കാരണം കമ്പനികൾ ഇന്ന് കോമൺ ആയിട്ടുള്ളത്, അപ്പോൾ കമ്പനികൾക്ക് നല്ല കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കമ്പനിയിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇത് മാനേജ് ചെയ്യുന്നത്. ദെൻ പബ്ലിക് കോൺഫിഡൻസ് ആണ് അടുത്തത്. പബ്ലിക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എ കമ്പനി മസ്റ്റ് പബ്ലിഷ് ഇറ്റ്സ് ഓഡിറ്റഡ് ആനുവൽ അക്കൗണ്ട്സ് സോ ഇറ്റ് എൻജോയ് പബ്ലിക് കോൺഫിഡൻസ്. ഒരു കമ്പനി അവരുടെ ആനുവൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ആനുവൽ അക്കൗണ്ട്സുകൾ പൊതുജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുമ്പാകെ അത് സബ്മിറ്റ് ചെയ്യണം. കാരണം ഇതൊരു പബ്ലിക് കമ്പനി ആയതുകൊണ്ട് തന്നെ, പൊതുജനങ്ങളും ഇതിൽ അംഗമായതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ അക്കൗണ്ടുകളും കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കമ്പനിയോട് ഒരു വിശ്വാസ്യത ഉണ്ടായിരിക്കും. അതാണ് പബ്ലിക് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ലിമിറ്റേഷൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ഡിഫിക്കൽട്ടി ഇൻ ഫോർമേഷൻ. നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ, ഒരു കമ്പനി രൂപീകരിക്കണമെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഒരു കമ്പനി രൂപീകരിക്കുന്നത്. അത് മാത്രമല്ല എക്സ്പെൻസീവ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് കമ്പനി രൂപീകരിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ദെൻ ലാക്ക് ഓഫ് സീക്രസി. സ്വകാര്യത കുറവായിരിക്കും. കാരണം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ സീക്രസി ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി ആസ് കമ്പനി ഈസ് റിക്വയർഡ് ടു പബ്ലിഷ് ഇറ്റ്സ് ആനുവൽ അക്കൗണ്ട്സ് ആൻഡ് റിപ്പോർട്ട്സ്. ഒരു കമ്പനിയുടെ ആനുവൽ അക്കൗണ്ട്സും റിപ്പോർട്ട്സുകളും ഒക്കെ പൊതുജനങ്ങൾക്ക് മുമ്പാകെ അവർ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ സ്വകാര്യതകൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദെൻ ഇംപേഴ്സണൽ വർക്ക്. ഇംപേഴ്സണൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ദ ഓണേഴ്സ് ആൻഡ് ടോപ്പ് മാനേജേഴ്സ് മെയിൻറ്റെയിൻ പേഴ്സണൽ കോണ്ടാക്ട് വിത്ത് എംപ്ലോയീസ്, കസ്റ്റമേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അതായത് ഒരു കമ്പനിക്കകത്തുള്ള ഓണേഴ്സിനോ അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിനോ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട എംപ്ലോയീസിനെയും കസ്റ്റമേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ഒക്കെ ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. കാരണം ഒരുപാട് കസ്റ്റമേഴ്സും എംപ്ലോയീസും ഒരു കമ്പനിക്കകത്തുണ്ടാവും. അപ്പോൾ എല്ലാവരുമായിട്ടും ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് കമ്പനിക്കകത്ത് പോസിബിൾ അല്ല. നേരെ മറിച്ച് പാർട്ട്ണർഷിപ്പിലൊക്കെ അത് സാധ്യമായിരുന്നു. കാരണം പാർട്ട്ണർഷിപ്പ് അത്ര വലിയൊരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളുമായിട്ടൊരു പേഴ്സണൽ കോണ്ടാക്റ്റ് സൂക്ഷിക്കാൻ പറ്റും. പക്ഷേ കമ്പനിക്കകത്ത് അതെന്ത് ചെയ്യാൻ പറ്റില്ല, സാധ്യമല്ല. ഇനി അടുത്തതാണ് ന്യൂമറസ് റെഗുലേഷൻസ്. ഒരു കമ്പനിക്ക് ധാരാളം റെഗുലേഷൻസുകളുണ്ട്. ദ ഫങ്ഷനിങ് ഓഫ് എ കമ്പനി ഈസ് സബ്ജക്റ്റ് ടു മെനി ലീഗൽ പ്രൊവിഷൻസ് ആൻഡ് കമ്പൽഷൻസ്. ഒരു കമ്പനി പലതരത്തിലുള്ള നിയമപരമായ പ്രൊവിഷൻസുകളും കമ്പൽഷൻസുകളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് റെഡ്യൂസസ് ദ ഫ്രീഡം ഓഫ് ഓപ്പറേഷൻസ് ഓഫ് എ കമ്പനി. അതുകൊണ്ട് കമ്പനിക്ക് എല്ലാ മേഖലയിലും കടന്നു കയറിയിട്ട് വളരെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം കമ്പനിക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നിയമവശങ്ങൾ കൂടി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കമ്പനിക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഇതിനടുത്തത് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ്. എ കമ്പനി ടേക്സ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ബൈ ഹോൾഡിംഗ് കമ്പനി മീറ്റിംഗ്. ഇറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് ടൈം. തീരുമാനമെടുക്കുന്നതിൽ ഒരു ഡിലേ വന്നേക്കാം കമ്പനിക്കകത്ത്. കാരണം കമ്പനിക്ക് ഒരു പൊതുവായ കാര്യം, കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പൊതുവായ കാര്യം തീരുമാനിക്കണമെങ്കിൽ അവിടെ കമ്പനിക്ക് മീറ്റിംഗ് ചേരേണ്ടിയിരിക്കുന്നു. ഷെയർ ഹോൾഡർമാരുടെ മീറ്റിംഗ് ചേർന്നതിന് ശേഷം അവരുമായി ആലോചിച്ചതിന് ശേഷം മാത്രമേ കമ്പനിയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കമ്പനിക്ക് ഒരു താമസം ഉണ്ടായിരിക്കും, ഒരു വൈക്കം ഉണ്ടായിരിക്കും. നേരെ മറിച്ച് കമ്പനിക്കുള്ളിൽ ആഭ്യന്തരപരമായി പെട്ടെന്നൊക്കെ തീരുമാനമെടുക്കാൻ അതിൽ കോർ കമ്മിറ്റികൾ ഉണ്ടാവും, അത് അവരായിരിക്കും എടുക്കുക. അല്ലാതെ പൊതുവായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഡിലേ വന്നേക്കാം. ദെൻ നെക്സ്റ്റ് ആണ് ഒളിഗ്രാക്കിക് മാനേജ്മെൻറ്റ്. തിയററ്റിക്കലി എ കമ്പനി ഈസ് ഡെമോക്രാറ്റിക്കലി മാനേജ്ഡ് ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ ഫ്യൂ പീപ്പിൾ. അതായത് പൊതുവായി നമ്മൾ പറയുകയാണെങ്കിൽ
കമ്പനി ഒരു ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കമ്പനിക്കകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കുറച്ച് ആളുകൾ മാത്രമാണ്. കാരണം ഷെയർ ഹോൾഡേഴ്സ് തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഒളിഗ്രാക്കിക് മാനേജ്മെൻ്റ് ആണ്. കുറച്ച് ആളുകൾ കൂടി മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കമ്പനി എന്ന് പറയുന്നത്. ദെൻ കോൺഫ്ലിക്റ്റ് ഇൻ ഇൻട്രസ്റ്റ്. ചിലപ്പോൾ താല്പര്യങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായേക്കാം. ദെയർ മേ ബി കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എമംഗ് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി. കമ്പനിക്കകത്തുള്ള ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ അവരുടെ താല്പര്യങ്ങൾ തമ്മിൽ ചിലപ്പം തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. ദ കമ്പനി ഈസ് മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദേ ഹാവ് എ ലിറ്റിൽ ഇൻട്രസ്റ്റ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കമ്പനി. അതായത് സാധാരണഗതിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും കമ്പനിയൊക്കെ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കമ്പനിയുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതാണ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും ഉണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.